അടുത്ത ഭാഗം വളരെ ശ്രദ്ധിക്കുക. അടുത്ത നമുക്ക് ഇനി പഠിക്കുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപാദന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഘടകങ്ങൾ. എന്താണ് ഉൽപാദന ഘടകങ്ങൾ? നമുക്കറിയാം, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഉൽപാദകൻ, പ്രൊഡ്യൂസിംഗ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുക എന്നിങ്ങനെ വാക്കുകളിൽ അർത്ഥമുണ്ട്. നമ്മൾ ഉൽപാദന ഘടകങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മീൻസ് anything that contribute towards an output. Factors of production means anything that contribute towards an output. The factors of production means anything that contribute towards an output. മലയാളത്തിൽ പറയുമ്പോൾ ഒരു സാധനം നിർമ്മിക്കാൻ ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിക്കുന്നുവോ ആ വസ്തുക്കളെ പറയുന്ന പേരാണ് ഉൽപാദന ഘടകങ്ങൾ. മലയാളക്കാർക്ക് വേണ്ടി ഒരു സാധനം നിർമ്മിക്കാൻ ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിക്കുന്നുവോ അതിനെ നമ്മൾ ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മീൻസ് എനിത്തിങ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ആൻ ഔട്ട്പുട്ട്. ഒരു സാധനം നിർമ്മിക്കാൻ ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിക്കുന്നുവോ ആ വസ്തുക്കളെ പറയുന്ന പേരാണ് ഉൽപാദന ഘടകങ്ങൾ. ആ ഉൽപാദന ഘടകങ്ങളിൽ എത്ര വിധമുണ്ട് നമുക്ക് നോക്കാം. 4 ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. 4 പ്രധാന ഉൽപാദന ഘടകങ്ങളുണ്ട്. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഫാസ്റ്റ് പാസഞ്ചർ എന്നല്ല, FP, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു L പ്ലസ് C പ്ലസ് O എന്ന് പറയാം. L പ്ലസ് C പ്ലസ് O, അതാണ് FP. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു L പ്ലസ് C പ്ലസ് O. L എന്ന് പറഞ്ഞാൽ ലാൻഡ്, അടുത്ത L എന്ന് പറഞ്ഞാൽ ലേബർ, അടുത്തത് ക്യാപിറ്റൽ, അടുത്തത് ഓർഗനൈസേഷൻ ഓർ എന്റർപ്രണർഷിപ്പ്. ഇപ്പൊ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ആർ കാൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലാൻഡ് മീൻസ് ഭൂമി, ലേബർ മീൻസ് തൊഴിൽ ശക്തി, ക്യാപിറ്റൽ മീൻസ് മൂലധനം, ഓർഗനൈസേഷൻ മീൻസ് സംവിധാനം അഥവാ സംഘാടനം അഥവാ സംരംഭം എന്നൊക്കെ പറയും. ഇപ്പൊ ഭൂമി, തൊഴിൽ ശക്തി, മൂലധനം, സംഘാടനം എന്നിവയാണ് ഉൽപാദന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മീൻസ് എനിത്തിങ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ആൻ ഔട്ട്പുട്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻസ് ആർ കാൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു സാധനം നിർമ്മിക്കാൻ ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിക്കുന്നുവോ ആ ഘടകങ്ങളെയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഉൽപാദന ഘടകങ്ങൾ 4 വിധമാണ്: ഭൂമി, തൊഴിൽ ശക്തി, മൂലധനം, സംഘാടനം അഥവാ സംവിധാനം. ഇനി ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് ലാൻഡ് അഥവാ ഭൂമി എന്നാൽ എന്താണ്? ലാൻഡ് നമ്മൾ സാധാരണ എന്താണ് ഭൂമി? അത് നമ്മൾ പണ്ട് പറയും, നമ്മുടെ അറിവിനനുസരിച്ച് ജീവൻ നിലനിൽക്കുന്ന ഒരു ഗ്രഹമാണ് ഭൂമി. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ എഴുതി പറ്റും. അതിന് പ്രത്യേക നിർവചനങ്ങളുണ്ട്. നമ്മൾ പഠിക്കുന്ന മാക്രോ എക്കണോമിക്സിലെ
ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ആ പറയുന്നത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ലാൻഡ്. ഒന്നാമത്തെ, all natural resources available to men for producing wealth are called land. നോക്ക്, all natural resources available to men for producing wealth are called land. എന്നോട് പറയാം ഇംഗ്ലീഷുകാർക്ക് വേണ്ടി. all natural resources available to men for producing wealth are called land. ഈ മലയാളക്കാർക്ക് വേണ്ടി സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാൻ സഹായകമായ എല്ലാ പ്രകൃതി വിഭവങ്ങളെയും ചേർത്ത് ഭൂമി അഥവാ ലാൻഡ് എന്ന് പറയുന്നു. സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാൻ സഹായകമായ എല്ലാ പ്രകൃതി വിഭവങ്ങളും ചേർന്നതാണ് ലാൻഡ് അഥവാ ഭൂമി. മനസ്സിലായോ നിങ്ങൾക്ക്? സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാൻ സഹായകമായ എല്ലാ പ്രകൃതി വിഭവങ്ങളും ചേർന്നതാണ് ഭൂമി. അങ്ങനെ ഭൂമിക്ക് ഒരു പ്രതിഫലം ലഭിക്കും. ഭൂമിക്ക് പ്രതിഫലം കിട്ടും. ആ പ്രതിഫലം എന്ന് പറഞ്ഞാല് ലാൻഡ് വിൽ ഗെറ്റ് റെന്റ്. ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പാട്ടം അഥവാ റെന്റ് അഥവാ വാടക. ലാൻഡ് വിൽ ഗെറ്റ് ഡാഷ് എന്ന് ചോദിച്ചാൽ ലാൻഡ് വിൽ ഗെറ്റ് റെന്റ്. മനസ്സിലായാലോ കുഞ്ഞു? ഒന്നാമത്തത്. ഇനി രണ്ടാമത്തെ, ലേബർ അഥവാ തൊഴിൽ ശക്തി അഥവാ തൊഴിലാളി. എന്താണ് തൊഴിലാളി? എന്താണ് തൊഴിൽ ശക്തി? നമുക്കറിയാം, നമ്മളെല്ലാവരും അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ധനത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി. ഇപ്പൊ പണത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ ആ അധ്വാനം നൽകുന്ന ആളാണ് തൊഴിൽ ശക്തി, തൊഴിലാളി. അപ്പൊ എന്താണെന്ന് നോക്കാം. ലേബർ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നു. തൊഴിലെന്നും തൊഴിലാളി എന്നും തൊഴിൽ ശക്തി എന്നൊക്കെ. അതായത് എനി വർക്ക്, ശ്രദ്ധിക്കണം, എനി വർക്ക് വെദർ മെന്റൽ ഓർ മാനുവൽ undertaking for monetary rewards are called labor. Any work whether mental or manual undertaking for monetary rewards are called labor. ഒന്നുകൂടെ പറയാം ഇംഗ്ലീഷുകാർക്ക് വേണ്ടി. any work whether mental or manual undertaking for monetary rewards are called labor. മലയാളത്തില് ധനപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ശാരീരികവും മാനസികവുമായി അധ്വാനിക്കുന്നതാണ് തൊഴിൽ അഥവാ തൊഴിൽ ശക്തി അഥവാ തൊഴിലാളി. നമ്മൾ അധ്വാനിക്കുന്നത് ധനത്തിന് വേണ്ടിയാണ്. ധനം കിട്ടാൻ ഒരു മനുഷ്യൻ മാനസികമായും അധ്വാനിക്കും, ശാരീരികമായും. കൂലിവേല ചെയ്യുന്നവൻ ശാരീരികമായിട്ട് അധ്വാനിക്കും. മറ്റു ഓഫീസിൽ നിന്ന് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ മാനസികമായിട്ട് അധ്വാനിക്കും. രണ്ടിൻ്റെയും പ്രതിഫലം എന്ന് പറയുന്നത് ധനം. അപ്പൊ ധനപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ശാരീരികവും മാനസികവുമായി അധ്വാനിക്കുന്നതാണ് തൊഴിൽ ശക്തി. വർക്ക് മെന്റൽ ഓർ മാനുവൽ undertaking for monetary rewards are called labor. Labor will get wage. തൊഴിലിന് അല്ലെങ്കിൽ തൊഴിൽ ശക്തിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് വേജ് അഥവാ കൂലി. അത് ഒരു വാക്കിൻ്റെതാണ്. ചോദിക്കുമ്പോൾ ലേബർ വിൽ ഗെറ്റ് വേജ്. ഈ മൂന്നാമത്തേന്ന് പറയുന്നത് ക്യാപിറ്റൽ അഥവാ മൂലധനം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഈസ് ദ പ്രൊഡ്യൂസ്ഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ മൂലധനം എന്ന് പറയുന്നത് ഈസ് ദ പ്രൊഡ്യൂസ്ഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡ്യൂസ്ഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ.
Capital is the produced means of production. അതായത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപാദന ഉപാധിയാണ് മൂലധനം. ഒന്നുകൂടെ പറയാം, ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപാദന ഉപാധിയെ മൂലധനം എന്ന് പറയുന്നു. നിങ്ങൾ നോട്ട് തയ്യാറാക്കുമ്പോഴത്തേക്ക് വീണ്ടും റീവൈൻഡ് ചെയ്തിട്ട് കേട്ട് നോട്ട് എടുക്കണം. അപ്പോഴ് ക്യാപിറ്റൽ ഈസ് ദ പ്രൊഡ്യൂസ്ഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപാദന ഉപാധിയാണ് മൂലധനം. അങ്ങനെ വരുന്ന മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലം, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അത്യാവശ്യം നമ്മൾ പൈസ കടം വാങ്ങും, ചില ആൾ നമുക്ക് വായ്പ തരും, ചില ആൾ വായ്പ തരുമ്പോൾ അതിന് ഒരു പ്രതിഫലം കൊടുക്കണം. ആ പ്രതിഫലമാണ് ഇൻട്രസ്റ്റ് അഥവാ പലിശ. ക്യാപിറ്റൽ വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ്, മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലമാണ് പലിശ. ഇപ്പൊ ലാൻഡിന് റെന്റ്, ലേബറിന് വേജ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഭൂമിക്ക് പാട്ടം, തൊഴിൽ ശക്തിക്ക് കൂലി, മൂലധനത്തിന് പലിശ. ഇനി നമ്മൾ അവസാനം പഠിക്കേണ്ടത്, ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം, ഓർഗനൈസേഷൻ അഥവാ എന്റർപ്രണർഷിപ്പ്. ഓർഗനൈസർ മാത്രമാണെങ്കിൽ എന്റർപ്രണർ, സംവിധാനം അല്ലെങ്കിൽ സംഘാടനം അല്ലെങ്കിൽ സംരംഭം, അത് നടത്തുന്ന ആൾ സംരംഭകൻ അല്ലെങ്കിൽ സംഘാടകൻ എന്നൊക്കെ നമ്മൾ പറയും. അതിൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. ഓർഗനൈസേഷൻ അഥവാ സംഘാടനം അഥവാ എന്റർപ്രണർഷിപ്പ് അഥവാ സംരംഭം എന്ന് ചോദിച്ചാൽ, ഓർഗനൈസേഷൻ മീൻസ് 3D എന്ന് നമ്മളെ കൊല്ലിക്ക് എളുപ്പത്തിൽ ആ ചോദ്യം എന്താണ് ഓർഗനൈസേഷൻ. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ മീൻസ് 3D. അപ്പൊ കേൾക്കുന്നവരൊക്കെ പറയുന്നത് 3D ആണ്. നമുക്കറിയാം 3 ഡികൾ ചേർന്ന്. ഒന്നാമത്തെ ഡി ഡിസൈനിങ്, രണ്ടാമത്തെ ഡി ഡിസൈഡിങ്, മൂന്നാമത്തെ ഡി ഡിറക്റ്റിംഗ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ 3D എന്ന് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഓർഗനൈസേഷൻ മീൻസ് 3D. പരീക്ഷ അങ്ങനെ എഴുതി വെക്കരുത്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ്. അതായത് ഡിസൈനിങ്, ഡിസൈഡിങ് ആൻഡ് ഡിറക്റ്റിംഗ് എന്നാണ്. അപ്പൊ ചേർത്ത് പറയുമ്പോൾ ഓർഗനൈസേഷൻ മീൻസ് ഡിസൈനിങ്, ഡിസൈഡിങ്, directing the form of a business. ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ഓർഗനൈസേഷൻ മീൻസ് ഡിസൈനിങ്, ഡിസൈഡിങ് ആൻഡ് ഡിറക്റ്റിംഗ് ദ ഫോം ഓഫ് എ ബിസിനസ്. മലയാളക്കാർക്ക് ഒരു വ്യാവസായിക സംരംഭം അല്ലെങ്കിൽ ഒരു കച്ചവട സംരംഭം രൂപകൽപ്പന ചെയ്യുകയും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അവയെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് സംവിധാനം അഥവാ സംഘാടനം അഥവാ ഓർഗനൈസേഷൻ അഥവാ എന്റർപ്രണർഷിപ്പ്. മനസ്സിലായല്ലോ? ഒരു കച്ചവട സംരംഭത്തിന് രൂപകൽപ്പന ചെയ്യുകയും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് organization. Organization means deciding, directing the form of a business. Organizer എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്. Organizer is a person who decide and directing the form of a business. ഒരു വ്യാവസായിക സംരംഭത്തിന് രൂപം കൊടുക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആളാണ് സംഘാടകൻ അഥവാ എന്റർപ്രണർ. അതുകൊണ്ട് ഓർഗനൈസർ വിൽ ഗെറ്റ്, ഓർഗനൈസർ എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരാൾ കച്ചവടം എന്തിനു വേണ്ടി ചോദിച്ചാൽ ഓർഗനൈസർ വിൽ ഗെറ്റ് പ്രോഫിറ്റ്, ലാഭം. ഒരു സംഘാടകന്റെ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് അഥവാ ലാഭമാണ്. ഇനി മനസ്സിലായല്ലോ? അപ്പൊ ഈ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു, എല്ലാവരും ശ്രദ്ധിച്ചു പഠിക്കും. നോക്ക്,
Factors of production means anything that contribute towards an output. Land, labor, capital and organizations are called factors of production. All natural resources available to men for producing wealth are called land. Land will get rent. Any work, whether mental or manual, undertaking for monetary rewards are called labor. Labor will get wage. Capital is the produced means of production. Capital will get interest. Next, organization. Organization means deciding and directing the form of a business. It is called entrepreneurship. Organizer will get profit. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു എന്റർപ്രണർഷിപ്പ് എന്നൊരു വാക്ക് കയറിയോ, അതെന്താണെന്ന് ഞാൻ പറയാം, കൊച്ചു സംശയം. അങ്ങ് ഫ്രാൻസിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അവര് ഓർഗനൈസേഷന് പകരം ഉപയോഗിക്കുന്ന എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്റർപ്രണർഷിപ്പ്. Entrepreneur is a French word which means willing to undertake an activity. അതായത് entrepreneurship is a French word which means one who willing to undertake an activity. അതായത് ഒരു വ്യക്തി ഒരു വ്യാവസായിക സംരംഭത്തിന്റെ അല്ലെങ്കിൽ ഒരു കച്ചവട സംരംഭത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നുവെങ്കിൽ അതാണ് അവിടെ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. കൂടാതെ നമ്മളെ വണ്ടിക്കട പോലെ കട മേടിക്കുന്നതും കടയിൽ സാധനം മേടിച്ചു വയ്ക്കുന്നതും കടയിൽ കച്ചവടം നടത്തുന്നതും കടയിൽ കണക്കെഴുതുന്നതും കട അടയ്ക്കുന്നതും എല്ലാം ഒരാളാണ്. അതുകൊണ്ടാണ് അന്ന് ഫ്രഞ്ചില് എന്റർപ്രണർഷിപ്പ് എന്ന് ഉപയോഗിക്കാൻ കാരണം വൺ ഹൂ വില്ലിംഗ് ടു അണ്ടർടേക്ക് ആൻ ആക്ടിവിറ്റി എന്ന് പറയുന്നു. നമുക്കത് വേണ്ട, അത് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. നമുക്ക് ഉൽപാദന ഘടകങ്ങൾ എന്നാൽ എന്ത്, അത് എത്ര വിധമുണ്ട്, അത് എന്തൊക്കെയാണ്, അതിന് കിട്ടുന്ന പ്രതിഫലം എന്തൊക്കെയാണ്, അതൊക്കെ മാത്രം പഠിപ്പിക്കുമ്പോൾ അതൊരു ഷോർട്ട് എസ്സേ ആയിപ്പോൾ 3 മാർക്കിന് ചോദിക്കുന്ന എസ്സേ ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അത് ഇംഗ്ലീഷിലായാലും ഇംഗ്ലീഷിലും മലയാളക്കാരും മലയാളത്തിലും ഇത് കേട്ട് നോട്ട് തയ്യാറാക്കി വയ്ക്കും. ഇനി നമുക്ക് നമ്മൾ യഥാർത്ഥ പോർഷന്റെ ഭാഗത്തേക്ക് നമ്മൾ കിടക്കും. അതായത് നമ്മൾ മാക്രോ എക്കണോമിക്സിലേക്ക് പോകും. നോക്കാം. പാർട്ട് 1 മാക്രോ എക്കണോമിക്സ്. അതായത് മലയാളത്തില് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഈ പോർഷൻ എന്ന് പറയുന്നത് ഇത്തിരി ടഫായിട്ട് നിൽക്കുന്ന സാധനം. അതായത് നമ്മൾ ഞാൻ പറഞ്ഞുതരാം. 6 ചാപ്റ്റർ ഉണ്ട്. ഈ 6 ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് 1 മാർക്കിന്റെ കണക്ക്, 2 മാർക്കിന്റെ, 3 മാർക്കിന്റെ, 5 മാർക്കിന്റെ, 8 മാർക്ക് എന്ന രീതിയിലെ കണക്ക് ചോദിക്കും. 1ാമത്തെ അധ്യായത്തിൽ കണക്കില്ല. 2ാമത്തെ പാർട്ടിൽ ധാരാളം കണക്കുകൾ, കുറേ ഫോർമുലകൾ. അപ്പൊ അത് വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് 100ന് 100 A+ മേടിക്കുന്നതല്ല നമ്മുടെ ഉദ്ദേശം, നമുക്ക് ഫുൾ മാർക്ക് മേടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉയർന്ന ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ മാക്രോ എക്കണോമിക്സ് എന്ന 2ാമത്തെ പാർട്ടിന്റെ 1ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അതായത് 2ാമത്തെ പാർട്ടിന്റെ മാക്രോ. നിങ്ങളെ നോട്ട് തയ്യാറാക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ച് മാക്രോ എക്കണോമിക്സ് എഴുതി അടി വരച്ചിട്ട് മലയാളക്കാര് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എഴുതിയിട്ട് ബ്രാക്കറ്റില് മാക്രോ എടുക്കുക. നമുക്ക് തുടങ്ങാം. There are 2 important branches of economics. എക്കണോമിക്സിന് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് 2 ശാഖകളുണ്ട്. നമ്മളെ ഇടത് കൈയും വലത് കൈയും പോലെ 2 ശാഖകൾ. 1ാമത്തതാണ് മൈക്രോ
എക്കണോമിക്സും, രണ്ടാമത്തതാണ് മാക്രോ എക്കണോമിക്സ്. വലതുവശം മൈക്രോ ആണെങ്കിൽ ഇടതുവശം എന്ന് പറയുന്നത് മാക്രോയാണ്. അത് എന്താണ് നമുക്ക് നോക്കാം. രണ്ട് നിർവചനങ്ങൾ രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. ആദ്യം എന്താണ് മൈക്രോ എക്കണോമിക്സ് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, കഞ്ഞാല് പഠിക്കുക. മറ്റേ സാറ് പറഞ്ഞതാണ്. നോക്ക്, മൈക്രോ എക്കണോമിക്സ് ഈസ് that branch of economic analysis which studies the economic behavior of individual units. Micro economics is that branch of economic analysis which studies the economic behavior of individual unit. What answer is individual units. Microeconomics is that branch of economic analysis which studies the economic behavior of individual units. മലയാളക്കാർക്ക് വേണ്ടി വ്യക്തിഗത യൂണിറ്റുകളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ച്, ഇപ്പൊ വ്യക്തിഗത യൂണിറ്റുകളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ച് പഠിക്കുന്ന ധനത്വശാസ്ത്രത്തിന്റെ ശാഖയെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നു. വ്യക്തിഗത യൂണിറ്റുകളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ച് പഠിക്കുന്ന ധനത്വശാസ്ത്രത്തിന്റെ ശാഖയാണ് മൈക്രോ അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ഒന്നുകൂടെ പറയുന്നു, മൈക്രോ എക്കണോമിക്സ് is that branch of economic analysis which studies the economic behavior of individual units. വ്യക്തിഗത യൂണിറ്റുകളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ച് പഠിക്കുന്ന ധനത്വശാസ്ത്രത്തിന്റെ ശാഖയാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അഥവാ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാല് ഇതൊരു ഈ എക്കണോമിക്സ് വലിയ ഒരു വൃക്ഷമാണ്, ഒരു വലിയ വൃക്ഷം. ഈ വൃക്ഷത്തില് ധാരാളം ഫലങ്ങളുണ്ട്. മാവ് എന്ന് എടുത്തു കഴിഞ്ഞാല് ആ മാവിൽ കിട്ടുന്ന മാങ്ങയ്ക്ക് അത് പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് പുളിപ്പാണോ മധുരമാണോ എന്ന് അറിയാൻ വേണ്ടി എല്ലാ മാങ്ങയും പറിച്ച് തിന്നണം. ഏതെങ്കിലും ഒരു മാങ്ങ എടുത്ത് തിന്നുമ്പോൾ അതിന് ടേസ്റ്റ് അറിയാൻ പറ്റും. അപ്പൊ മൊത്തത്തിന്റെ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അത് മൈക്രോ, മൊത്തം എടുത്താൽ അത് ഏതാണ് മാക്രോ. അപ്പം വ്യക്തിഗത യൂണിറ്റുകളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന അർത്ഥശാസ്ത്രത്തിന്റെ ശാഖയാണ് മൈക്രോ അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. അതാണ് മൈക്രോ എക്കണോമിക്സ് is that branch of economic analysis which studies the economic behavior of individual unit എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത മാക്രോയിലേക്ക് പോകുന്നു. ഇത് ചെറിയ രൂപം. ഇനി അടുത്ത മാക്രോ നോക്കാം. ഇതെടുക്കുക. ഇതിനകത്ത് കുറെ ഭാഗം നമുക്ക് കിട്ടി ഡെഫിനിഷൻ. ഇവിടെ മൈക്രോയ്ക്ക് പകരം ഇവിടെ മാക്രോ എന്ന് ഉപയോഗിക്കുക. മാക്രോ എക്കണോമിക്സ് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക് അനാലിസിസ് which studies the economic behavior of the individual behavior of the not one particular units but all units combined together. The macroeconomics is that branch of economic analysis which studies the economic behavior of not one particular units but all units combined together. Not one particular unit but all unit combined together എന്നാണ്. മനസ്സിലായല്ലോ? കൃത്യം പഠിക്കണം. നമ്മുടെ മാക്രോയിലെ ആദ്യത്തെ ചോദ്യമാണ്
എന്താണ് മാക്രോ എക്കണോമിക്സ്? മാക്രോ എക്കണോമിക്സ് ഈസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക് അനാലിസിസ് which studies the economic behavior of not one particular unit but all units combined together. എന്ന് പറഞ്ഞാല് വ്യക്തിഗത യൂണിറ്റുകളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ചല്ലാതെ ഒരു വസ്തുവിന്റെ മൊത്തത്തിലുള്ള പഠനത്തെ പ്രതിപാദിക്കുന്നതാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. നേരത്തെ പറഞ്ഞത് വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്നതാണ്. ഇത് വ്യക്തിഗത യൂണിറ്റുകളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ചല്ലാതെ ഒരു വസ്തുവിന്റെ മൊത്തത്തിലുള്ള പഠനത്തെ പ്രതിപാദിക്കുന്നതാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാവ് എടുക്കാം. മാവ് മൊത്തം മേടിച്ചാൽ മാക്രോ, ഒരെണ്ണം മേടിച്ചാൽ മൈക്രോ. മനസ്സിലായ രണ്ട് കാര്യങ്ങൾ എന്തായി? മനസ്സിലായല്ലോ? ഞാൻ ലാസ്റ്റ് പറയുന്നു, ഇന്നലെ പോയി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. There are two important branches of economics, microeconomics and macroeconomics. Microeconomics is that branch of economic analysis which studies the economic behavior of individual units. Next, macroeconomics is that branch of economic analysis which studies the economic behavior of not one particular unit but all units combined together. അപ്പോൾ ആദ്യം പറഞ്ഞു ഒന്നിന് പ്രാധാന്യം കൊടുക്കുന്നു, രണ്ടാമത് പറഞ്ഞു ഒന്നിനല്ല എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഒരു പ്രത്യേക വിഷയത്തിന് മാത്രം പ്രാധാന്യമില്ല, എല്ലാ വിഷയങ്ങൾക്കുമാണ്. എന്നാൽ മൈക്രോ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിന് മാത്രമാണ്. ഈ രണ്ട് വ്യത്യാസമാണ്. അപ്പൊ ഇന്ത്യയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മൈക്രോ, ലോകത്തെക്കുറിച്ച് മൊത്തം പറഞ്ഞാൽ അത് മാക്രോ, കേരളത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ അത് മൈക്രോ, എന്നാൽ ഇന്ത്യയെക്കുറിച്ച് മൊത്തം പറയുമ്പോൾ അത് മാക്രോയെ. ഇങ്ങനെയുള്ള ഘടകങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കുന്നത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ.